എന്നാ ഒരാളെ കൂടെ ഞാൻ കൊണ്ടുവരട്ടെ. എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു എൻ്റെ ഒരു 16 വയസ്സിലും വിജയേട്ടൻ്റെ 23 വയസ്സിലും പരിചയപ്പെട്ടതാണ്. അപ്പോൾ തന്നെ വീട്ടുകാർ തീരുമാനിച്ചു, ഒരാൾ പഠിക്കട്ടെ ഒരാൾ കളിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ എൻഗേജ്മെൻറ്റ് കഴിച്ചിട്ടു. അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് പെട്ടെന്നൊരു കല്യാണം വേണമെന്നുള്ളൊരു തീരുമാനം എൻ്റെ ആയിരുന്നു. അങ്ങനെ 18-ാം വയസ്സിൽ തന്നെ കല്യാണം കഴിക്കുകയായിരുന്നു. അപ്പോൾ വിജയേട്ടൻ്റെ നേരത്തെ കല്യാണമായി ഫുട്ബോൾ ലൈഫിൽ അത് വല്ല ബാധിച്ചിട്ടുണ്ടോ? ഭാര്യ മുത്തശ്ശിയായി വിജയ മുത്തശ്ശനായപ്പോഴാണ് മൂപ്പർക്ക് ഈ ചോദ്യം ചോദിക്കാൻ തോന്നിയത്. എത്രയോ കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്നൊരു ചോദ്യമാണിത്. ഇത്തിരി നേരത്തെ ചോദിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ചോദിച്ചിട്ട് എന്താ കാര്യം? ഇല്ല, എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ 25 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അതിൻ്റെ ഇടയിൽ കല്യാണം കഴിക്കണ മുന്നേ ഇന്ത്യയുടെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഒറ്റ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നന്നായി കളിച്ചതും ഏറ്റവും അധികം പൈസ മേടിച്ചതും പിന്നെ അതേപോലെ തന്നെ ഏറ്റവും അധികം അവാർഡ് കിട്ടിയതും ഇന്ത്യൻ ടീമിൽ കുറേ കളിച്ചതും ക്ലബ് ടീമിൽ നന്നായി കളിക്കാൻ പറ്റും. ഞാൻ ക്ലബ് ടീമിൽ കല്യാണം കഴിഞ്ഞിട്ട് മോഹൻ ബാൻഡിലുള്ളപ്പോൾ എല്ലായിടത്തും കളി കാണാൻ കൊണ്ടുപോകും. ഏറ്റവും അധികം നമ്മുടെ മൈൻഡ് ഫ്രീ ആയത് കല്യാണം കഴിഞ്ഞപ്പോഴാണ്. നന്നായി കളിക്കാൻ പറ്റും. വെരി ഗുഡ്. കാരണം ഇത് വെറുതെ എനിക്കിപ്പോൾ അവളെ നന്നാക്കി പറഞ്ഞിട്ട് ഒന്നും കിട്ടാൻ പോകണമെന്നില്ല. ഇനിയിപ്പോൾ അവിടെ പോകാനും പോകണില്ല. അമ്മൂമ്മയായി ആശ്വാസനായി. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ 25 എൻ്റെ പീക്ക് ടൈമിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവളൊരു 18 വയസ്സ് എൻ്റെ ഭാര്യ ഒരു ഭാഗ്യചിഹ്നമായിരുന്നു തീർച്ചയായിട്ടും. കാരണം ആ കല്യാണം കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഫുൾ ഫ്രീ ആയി. കാരണം നമ്മുടെ കൂടെ ഇവളുണ്ട്, കളിക്കാൻ പോകണില്ല. ഇന്ത്യൻ ടീമിന് മാത്രം കൊണ്ടുപോകത്തുള്ളൂ. ക്ലബ് ടീമിന് കളിക്കുമ്പോൾ എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പോൾ മോഹൻ ബാനിലുള്ളപ്പോൾ എൻ്റെ കൂടെ മോഹൻ ബാനിൽ ജേഴ്സിയിലുള്ള വരണമെന്ന് വാശി പിടിക്കാറുണ്ടോ കളിക്കാൻ? അല്ല, അവരുടെ അടുത്ത് വാശി പിടിക്കേണ്ട കാര്യം. കാരണം എന്തായാലും കൊണ്ടുവരാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ വിജയനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആരാധന. ചേട്ടാ, ഞാൻ ഇത്തിരി ഭംഗി വെച്ച് പോയി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൗന്ദര്യമാണ് എൻ്റെ ശാപം. ഫാൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അവൾക്ക് അറിയാം. ഇഷ്ടംമാര് പെണ്ണുങ്ങൾ തന്നെ ഇഷ്ടംമാര് ഫാൻസ് ഉണ്ട്, ആണുങ്ങളുണ്ട്. അവരൊക്കെ ഇടയ്ക്ക് വിജയനെ കാണാൻ വരികയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഭാര്യ എങ്ങനെ പെരുമാറുക? കാരണം അവളെന്ത് പറയാ, കുഴപ്പമില്ല. അവൾക്ക് എന്ത് പറയാൻ പറ്റും? ഭദ്രകാളിയാകാറുണ്ടോ? അങ്ങനെ ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ആളൊക്കെ എന്ത് അപ്പൂപ്പനെ കഴിഞ്ഞ് എവിടെ നിന്ന് അങ്ങനത്തെ ചിന്താഗതി. അങ്ങനെയാണല്ലേ? പോയാൽ എവിടെ വരെ പോകും? എവിടെ വരെ പോകുന്നോടെ എവിടെ വരെ എത്തും. ലാസ്റ്റ് സെന്റൻസിൽ തന്നെ വരണ്ടേ. ഇല്ല, അത് കുറേ പേര് ലൈറ്റ് മാരേജ് കളിച്ചിട്ട് കുറേ ഇങ്ങനെ ആയി പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് കറക്റ്റ് ടൈം 25 വയസ്സൊക്കെ നല്ല പ്രായമാണ്. കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു പ്രായവും. പക്ഷെ നമുക്കൊരു ഫ്രീ ആയിട്ട് കളിക്കാനും മെന്റലി ക്ലിയർ ആയിരിക്കും. നിങ്ങൾ എവിടെ വെച്ചാൽ കണ്ടുമുട്ടിയത് വിജയൻ? അത് പൂരത്തിന് കണ്ടുമുട്ടിയതാ. കുറുക്കഞ്ചേരി പൂയത്തിന് ഞാൻ പോവുകയാണ്. അപ്പൊ അന്നൊക്കെ ഇങ്ങനെ വിരിഞ്ഞിക്കാണ്. കാരണം അത് പൂരത്തിന്റെ ഇടവരെ ഇങ്ങനെ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോ അപ്പൊ അവിടെ നിന്ന് പെണ്ണുങ്ങള് അയ്യമ്മിച്ചും പോണടി നോക്കടി. അപ്പൊ നമ്മളിങ്ങനെ ഇടക്കണ്ടിട്ട് നമ്മൾ അറിയാത്ത പോലെ ഈ സ്റ്റൈലിൽ ഇങ്ങനെ കൊണ്ട് പോകും. അപ്പൊ അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോ പിന്നെ അപ്പൊ അവരവിടെ നിന്ന് പറഞ്ഞ നമ്മൾ ഇടക്കണ്ടിട്ട് നോക്കുള്ളൂ. നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ അങ്ങനെ പറയും. പിള്ളേരും പറയും വിജയം പോണ്ട. അപ്പൊ ആ സമയമാണ് എൻ്റെ. അപ്പോഴാണ് ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടല്ല കസിൻ ഉണ്ട്, ജയൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ കണ്ടപ്പോൾ ഇവളുടെ വൈഫിൻ്റെ അച്ഛനും ഒരു ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ എന്നോട് അയ്യം വിജയനല്ലോ ചോദിച്ചു. അവൻ അതെ. അതൊന്ന് വർത്താനം പറഞ്ഞു, ഇതെൻ്റെ ഫാമിലിയാണ് എന്നിട്ട് ഇവരെ എല്ലാവരും പരിചയപ്പെടുത്തി വന്നു. ഞാൻ ആസ് യൂഷ്വൽ എല്ലാവരും പരിചയപ്പെടുന്ന പോലെ തന്നെ ഞാൻ അങ്ങനോട് പോയി. അപ്പോൾ എൻ്റെ കൂടെ നടക്കണവൻ പറഞ്ഞു, ജയൻ പറഞ്ഞു, കസിനാണ്, ഈ കുട്ടി നമ്മുടെ കസിനാണ്, നമ്മുടെ വീട്ടിൽ കൊലുത്തുമ്പോൾ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇല്ലാത്തപ്പോൾ ഇവള് വൈഫ് ഡാൻസ് കളിക്കായിരുന്നു. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ തൃശ്ശൂർ കോപ്പർ സ്റ്റേഡിയത്തിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഉള്ള കസിൻ അവിടെ ഉണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ അവളവിടെ വന്നിട്ട് അപ്പം എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് തോന്നുന്നു എന്നെയൊക്കെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ. അങ്ങനെ നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവളെന്നെ ആദ്യം നോക്കിയെന്നുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളതാന്നുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ അതെ. അപ്പം അതിൻ്റെ ഇടയിൽ അച്ഛനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവും, ഫ്രീ ആണെങ്കിൽ എപ്പോഴും ഫ്രീ ആണെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് വന്നോളൂ എന്നൊരു വാചകം പറഞ്ഞു. അത് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഞാൻ ഓക്കെ ആയിക്കോട്ടെ ഞാനൊരു ദിവസം ഇങ്ങനെ ചെന്ന് ഇങ്ങനെ കണ്ടു.
അപ്പൊ പിന്നെ നമ്മൾ സമയം ഉണ്ടാക്കി വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ. ആ. അത് ചെന്ന് കണ്ടു ഇങ്ങനെ. അപ്പോൾ ഇവളൊന്ന് കോളേജ് പോയിക്കാന്ന് തോന്നുന്നു. ആ. അല്ല, കോളേജിൽ നിന്ന് വന്നു തോന്നുന്നു. അപ്പോൾ ഇന്ന് കണ്ട് ഞങ്ങൾ പോന്നു. കോളേജിൽ നിന്ന് വരുന്ന സമയം നോക്കിയായിരിക്കും നമ്മൾ അതത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കണ്ടു. പിന്നെ ഞാൻ വേറെ ദിവസം വന്നിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ അമ്മേനെയും ചേട്ടനും ചേച്ചിന് ഇവിടുത്തെ ചോദിച്ചു ഡയറക്റ്റ് പോയിട്ട്. ഓ, മൂന്നാമത്തെ കാഴ്ച. എനിക്ക് ഇഷ്ടമായി, വിടുന്നോണ്ട് വല്ല കുഴപ്പമോ. അപ്പം എൻ്റെ ചേട്ടന് ജോലിയും കൂടി ഇല്ല ആ സമയത്ത്. അതിന് ചേട്ടന് ജോലി കിട്ടിയിട്ട് പെണ്ണ് കെട്ടിയിട്ട് വേണം എനിക്ക് കല്യാണം അയക്കണേ. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ കണ്ട്. അപ്പം അതാണ് പറഞ്ഞത്, അവളെ ഞാൻ 16 വയസ്സിൽ കണ്ടു എന്ന് പറയണത്. സത്യത്തിൽ അവളെ തന്നെ ചേട്ടാ ആദ്യം കണ്ടിട്ടുള്ളത്. അവളാണ് നമ്മളെ കൊളുത്തി പിടിച്ചത്. അതെ. അവളെന്നെ പറഞ്ഞല്ലേ. പക്ഷെ അവളിപ്പോ അംഗീകരിക്കുന്നില്ല. അവളിപ്പം പറഞ്ഞു എന്ത്, ഞാനാണ് നിർബന്ധിച്ച് കല്യാണം കഴിക്കണം. നമുക്ക് വേണ്ട. പക്ഷെ അത് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ കാരണം എന്താ കാരണം അറിയോ? വിജയന്റെ ചുറ്റും പലരും ഇങ്ങനെ കറങ്ങുന്നതായിട്ട് അവള് കണ്ടുപിടിച്ചു. അത് ഇഷ്ടംമാരെ അറിയാം, കണ്ടിട്ടുണ്ടാവും. ഫാൻസ് ഒക്കെ ഇഷ്ടംമാരെ ഉള്ളതല്ലേ.